അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ വന്നിട്ടുണ്ട് അല്ലേ? വന്നിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ സംഗമങ്ങളൊക്കെ സ്വീകരിക്കട്ടെ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്ക് പഠിക്കാനുള്ള ഹിഫ്ള് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആ ഒരു താല്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ എല്ലാ ആളുകളും ദുആ ചെയ്യണം. പഠനത്തോടുള്ള ഒരു ദൗക്ക്, അഭിരുചി എന്ന് പറയില്ലേ, അത് നമ്മളിൽ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കോവിഡൊക്കെ മാറി പെട്ടെന്ന് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങാനുള്ള അവസരം അള്ളാഹു ഒരുക്കി തരട്ടെ. ആമീൻ. അപ്പോൾ ഇന്ന് പറയാനുള്ളത്, ഇപ്പം കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു വക്കനാബി മൽബൂസിൻ വാദനാക്കൂത്തിൻ വഫ്രാലി ജമ്മിദ് ദുരി വല്യാക്കൂത്തി വവദ്ദിയൽ ഔത്താന വല്ല ഹെബാബ വദുർക്കമൽ ഫാഖീറു ബാബൻ ബാബ. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത്. ഇന്നെടുക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് വവദ്ദിയൽ ഔത്താന എന്ന് മുതലാണ്. വവദ്ദിയൽ ഔത്താന മുതലാണ് ഇന്നെടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പാടുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. വവദ്ദിയൽ ഔത്താന വല്ലഹ്ബാബ വദുർകമൽ ഫഖീറു ബാബൻ ബാബ. വവദ്ദിയൽ ഔത്താന വല്ലഹ്ബാബ വദുർകമൽ ഫഖീറു ബാബൻ ബാബ. വഅത്വിലിൽ ബുസ്താന വദ്ദുക്കാന വഖല്ലി കുല്ലൻ കായിനം മൻ കാന. വഅത്വിലിൽ ബുസ്താന വദ്ദുക്കാന വഖല്ലി കുല്ലൻ കായിനം മൻ കാന. എന്താ പറഞ്ഞേ? വവദ്യ നീ ഉപേക്ഷിക്കൂ, അൽ ഔത്താന നാടുകളെ നീ ഉപേക്ഷിക്കോ, വല്ലഹ്ബാബ സുഹൃത്തുക്കളെയും നീ ഉപേക്ഷിക്കോ, വദുർ നീ ചുറ്റി സഞ്ചരിക്കോ, കമൽ ഫഖീറോ ഫഖീറിനെ പോലെ, ബാബൻ ബാബ ഓരോ വാതിലിലേക്കും നീ മാർച്ച് നടത്തൂ. എന്ത് മാർച്ചാ ഇത്? ഇൽമിന് വേണ്ടിയുള്ള മാർച്ച്. ദിസ് ഈസ് നോട്ട് പ്രൊട്ടസ്റ്റ്, പ്രതിഷേധ പ്രകടനമല്ലത്. ഇതെന്തിനാണ്? സീക്കിംഗ് നോളജ്, ഇൽമ് അന്വേഷിച്ചു കൊണ്ടുള്ള മാർച്ചാണ്, നടത്തമാണ്, പോക്കാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നീ ഉപേക്ഷിക്കൂ, അല്ലാഹു തആല നാടുകളെ ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞു. എന്താ നാടുകളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ? ഇൽമ് പഠിക്കുമ്പോൾ നാട്ടിൽ തന്നെ പഠിക്കണം എന്നില്ല. ചിലപ്പോൾ കുറച്ച് ദൂരെ പോയി പഠിക്കേണ്ടി വരും. റെസിഡൻഷ്യൽ ക്യാമ്പ് എന്ന് കേട്ടിട്ടില്ലേ? എന്ന പോലെ ഒരു ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് പഠിക്കേണ്ടി വരും. അപ്പോഴോ ചിലപ്പോൾ നമ്മുടെ പഠനങ്ങളൊക്കെ കൂടുതൽ ക്ലച്ച് പിടിക്കുള്ളൂ. ഇല്ലെങ്കിൽ നാട്ടിൽ തന്നെ ആകുമ്പോൾ നമ്മളെ വരിക പോവുക, പിന്നെയും വീട്ടിലേക്ക്. അപ്പോൾ നമ്മളെ ഓർമ്മകൾ വീടുമായിട്ടും ബന്ധപ്പെടും, പഠനം സൈഡാവും ചിലപ്പോൾ. എന്നാൽ ഒരു സ്ഥലത്ത് തന്നെ പഠിക്കുമ്പോൾ ഒന്നുകൂടെ എന്ത് ചെയ്യും? ഉഷാറാവും. നിങ്ങൾക്കൊക്കെ ആ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. അള്ളാഹു ഒരുക്കി തരട്ടെ. ആമീൻ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നീ വെടിയുക, വവദ്യ നീ ഉപേക്ഷിക്കുക. അർത്ഥം മനസ്സിലായില്ലേ? വവദ്യ നീ ഉപേക്ഷിക്കുക, നീ ഒഴിവാക്കുക. മനസ്സിലായോ? അല്ലൗത്താന നാടുകളെ, സ്വന്തം നാടുകളെ തൽക്കാലം ഒഴിവാക്കിയിട്ട് എവിടെയും പോയിട്ട് പഠിക്കാൻ. വല്ലഹ്ബാബ സുഹൃത്തുക്കളെയും ഒഴിവാക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സുകളെ, നിങ്ങളുടെ ബോസം ഫ്രണ്ട്സുകളുടെ, നിങ്ങളുടെ ഇൻറ്റിമേറ്റ്സ് ഫ്രണ്ട്സുകളെ എല്ലാവരെയും നിങ്ങൾ തൽക്കാലം കുറച്ച് സമയത്തേക്ക് ഒരു ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. അപ്പോഴാണ് നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും മനനം ചെയ്യാനും എഴുതാനും ഇൽമുമായി കൂടുതൽ ബന്ധപ്പെടാനൊക്കെ സാധിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. വദുർ നീ ചുറ്റി സഞ്ചരിക്കൂ. ദാറയദൂറു, ദുർ എന്നുള്ളത് അമ്രാണ്. നിങ്ങൾ മദ്രസ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ദാറയദൂർ, ദുർ.
മാലി മുലാരി അമ്ര എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ദുർ എന്നുള്ളത് ദാറ യദൂറോ ദോർ, നീ ചുറ്റി സഞ്ചരിക്കൂ, കമൽ ഫക്കീറോ ഫക്കീറിനെ പോലെ, ബാബൻ ബാബ ഓരോ വാതിലും. എടാ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായില്ലേ? അൽഹംദുലില്ലാ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അത് മതി. നിങ്ങളുടെ മൂളലുകളൊക്കെ നമുക്ക്, നിങ്ങളുടെ തലയാട്ടലുകളൊക്കെ നമുക്ക് സമാധാനമാണ്. മനസ്സിലാണില്ലേ? മനസ്സിലാവും, എളുപ്പമാണ്. ഒരാളെ അഭിപ്രായമാണ് എന്ത് എളുപ്പം മനസ്സിലാവുന്നുണ്ട്. എല്ലാവർക്കും അഭിപ്രായം തന്നെയല്ലേ ഉള്ളൂ? ഓനക്കുള്ള അഭിപ്രായം തന്നെ എല്ലാവർക്കും ഉള്ള, ഇവനക്കുള്ള അല്ലേ? യെസ്. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ വദുർ, നീ ചുറ്റി സഞ്ചരിക്കുക, കമൽ അപ്പോൾ ഫക്കീർ എന്താ ചെയ്യുക? എല്ലാ വാതിലും പോയി ഇങ്ങനെ ഇരക്കൂല്ലേ? എന്തിന്? പൈസ കിട്ടാന്. എന്നാൽ നിങ്ങൾ ഏറ്റവും വലിയ പണമായ വെൽത്തായ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വെൽത്ത് എന്ന് പറയപ്പെടുന്ന വിവരം, വിജ്ഞാനം, നോളജ്, വലിയ സമ്പത്ത് അതാണല്ലോ. അപ്പൊ ആ ഒരു സമ്പത്തിന് വേണ്ടി എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ഇറങ്ങിക്കോളോ, പോയിക്കോളോ, എവിടുന്ന് നിങ്ങൾ അന്വേഷിച്ചു പഠിച്ചോളോ. ചെറിയ ആളുകൾക്ക് ചിലപ്പോൾ കൂടുതൽ നോളജ് ഉണ്ടെങ്കിൽ ഒരു വിഷയത്തിനെ കുറിച്ച് കൂടുതൽ നോളജ് ഉണ്ട്, അവിടെ പോയി പഠിച്ചോളോ. വേറെ സ്ഥലത്ത് പോയി പഠിച്ചോളോ, ചോദിച്ച് വഴിയിൽ നിന്ന് പഠിച്ചോളോ, ബസ്സുകളിൽ നിന്ന് പഠിച്ചോളോ. അങ്ങനെ പല ഭാഗത്തുനിന്ന് നമുക്ക് പഠിക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ ഫക്കീർ എവിടേക്ക് കയറി ഇറങ്ങുന്നത്? അവരുടെ സമ്പാദ്യത്തിന് വേണ്ടി. എന്നതുപോലെ നിങ്ങളും കയറി ഇറങ്ങണം. എന്തിനു വേണ്ടി? പണത്തിനല്ല. എന്തിനു വേണ്ടിയാ നിങ്ങൾ കറങ്ങി ഇറങ്ങേണ്ടത്? നിങ്ങൾ കറങ്ങി ഇറങ്ങേണ്ടത് സീക്കിംഗ് നോളജ്, വിവരം അന്വേഷിച്ചു കൊണ്ടാണ്. മനസ്സിലായല്ലോ? വഅത്തുലിൽ ബുസ്താന വദ്ദുക്കാന വഖല്ലി കുല്ലൻ കായിനൻ മൻ കാന. വഅത്തുലിൽ ബുസ്താന വദ്ദുക്കാന വഖല്ലി കുല്ലൻ കായിനൻ മൻ കാന. വഅത്തുലെ, നീ ഒഴിവാക്കോ, അൽ ബുസ്താന, പൂന്തോട്ടങ്ങളെ, കൃഷിയിടങ്ങളെ നിങ്ങൾ ഒഴിവാക്കോ. വദ്ദുക്കാന, ദുക്കാനിനെയും കടകളെയും നിങ്ങൾ ഒഴിവാക്കൂ. വഖല്ലി കുല്ല, എല്ലാ സംഗതികളെയും നിങ്ങൾ ഒഴിവാക്കൂ. കായിനം മങ്കാന, അത് എന്തായിക്കൊള്ളട്ടെ, ഏത് വസ്തുവായിക്കൊള്ളട്ടെ, ഏത് ആളായിക്കൊള്ളട്ടെ, എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലോകത്തേക്ക് ചുരുങ്ങണം. നിങ്ങളുടെ ലോകത്തേക്ക് ചുരുങ്ങുക എന്ന് പറയുമ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും, എന്താ അത് എന്ന് പറഞ്ഞാൽ വിജ്ഞാനം എന്നുള്ള ആ ഒരു ലോകത്തിൽ വിരാജിക്കുക, അതിനും വേണ്ടി പണിയെടുക്കുക, ബാക്കിയുള്ളതൊക്കെ തൽക്കാലം ഒഴിവാക്കുക. മനസ്സിലായോ? ഇപ്പം ദാറുദയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില ആളുകൾ, അങ്ങനത്തെ ആളുകളുണ്ടായിരുന്നു. ഇപ്പം അവരൊക്കെ ചില ഉദവികളൊക്കെ ആയി. അപൂർവം ചില ആളുകൾ ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് കുളിച്ചു വന്നിട്ട് എന്തെങ്കിലും എഴുതിയ കാരം അല്ലെങ്കിൽ വായിക്കേ കാരം, അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് കുളിക്കും. ഏറ്റവും വലിയ തെളിവ് എ പി മുസ്തഫ ഉദവി അരൂര് എന്ന് പറയുന്ന ഉസ്താദിനെ കുറിച്ചാണ്. എ പി മുസ്തഫ ഉദവി അരൂര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു തലീകെട്ട കെട്ടിയിട്ട് നല്ലൊരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കുളിക്കാനൊക്കെ പോയി പെട്ടെന്ന് വന്ന് വരും. പിന്നെന്തെങ്കിലും പഠനം എന്നൊക്കെ ആയിട്ട് ഫാരിസി വരെ അറിയുന്ന ആളാണ്. ഇപ്പോൾ ദാറുദത്തെ ഉസ്താദുമാണ്. ദാറുദയിലെ ഒരു 12 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും എന്തായാലും എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഉസ്താദ് സേവനം ചെയ്ത് തുടങ്ങിയിട്ട്. അള്ളാഹു ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ, ആമീൻ. അപ്പോൾ ഉസ്താദ് അങ്ങനെ പല ആളുകളുണ്ടാവും, എന്തെങ്കിലും ഒരു പണികളിലായിരിക്കും. ഡോക്ടർ ബാവുദ്ദീൻ മുഹമ്മദ് നദ്വി നിങ്ങൾക്കറിയാലോ, നമ്മുടെ വൈസ് ചാൻസലർ. വെറുതെ പരമാതിരിക്കൂല, എന്തെങ്കിലും വായിക്കേ അല്ലെങ്കിൽ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒപ്പിടാണ്ടെങ്കിൽ അങ്ങനെ പോലോ. ഒപ്പ് പറഞ്ഞാൽ സാധാ ഒപ്പല്ല കേട്ടോ. എഡ്യൂക്കേഷനിൽ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും രാജ്യങ്ങളിൽ പോയി ഒപ്പിടുന്ന പരിപാടിയൊക്കെ ഉണ്ടാവും. കരാറിൽ ഒപ്പുവെക്കാന്ന് കേട്ടില്ലേ നിങ്ങൾ? അപ്പോൾ അങ്ങനെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ആളുകൾ തന്നെ ഉണ്ട്, പല ആളുകളുണ്ട്. വേറെ ആളുകളുണ്ടാവും, നിങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കഴിയും അങ്ങനത്തെ ആളുകളെ കുറിച്ച് അല്ലേ, നിങ്ങളെ നാടുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും അങ്ങനെയാണ്. അപ്പോൾ ബുസ്താനി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ വെറും പൂന്തോട്ടം എന്നല്ല. ബുസ്താനാണ് ഉദ്ദേശിക്കുന്നത് കൃഷി ഇടം എന്നുള്ള ഉദ്ദേശത്തിൽ, കൃഷിയിടം പ്ലസ് ബുസ്താന്, അതാണ്.
പൂന്തോട്ടത്തിൻ്റെ ഒപ്പം കൃഷിയിടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ കുറേ നിന്നാൽ നമ്മളെ വിജ്ഞാനം കിട്ടണമെന്നില്ല. അപ്പോൾ അതൊക്കെ നീ എന്ത് ചെയ്യോ, ഒഴിവാക്കോ. അത്വില് നീ ഒഴിവാക്കുക ബുസ്താന പൂന്തോട്ടങ്ങൾ അടങ്ങുന്ന കൃഷിയിടങ്ങളെ. ഇവിടെ ഉദ്ദേശിക്കുന്നത് കൃഷിയിടം, കൃഷിയൊക്കെ ഉള്ള ബുസ്താന്, കൃഷിയിടം എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? ശരിക്കും ബുസ്താൻ എന്ന് പറഞ്ഞാൽ എന്താ? അൽ ബുസ്താനു ജമീലുൻ എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ? ബുസ്താന് ജമീലാണ്, പൂന്തോട്ടം ഭംഗിയുള്ളതാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ് കേട്ടോ. ദുഃഖാന്ന് പറഞ്ഞാൽ കടകൾ, അറിയാലോ, പീടികകൾ, കടകൾ. അപ്പോൾ കടയിൽ അങ്ങനെ പോയിരിക്കുക കുറേ സമയം, അത് പറ്റൂല. അപ്പോൾ ഹല്ലിക്കുല്ലൻ എല്ലാത്തിനെയും നീ ഒഴിവാക്കിക്കോ. കായിനം മങ്കാന അത് ആരായിക്കൊള്ളട്ടെ. അപ്പോൾ ഹല്ലിക്കുല്ലൻ എല്ലാത്തിനെയും നീ ഒഴിവാക്കിക്കോ. കായിനം മങ്കാന അത് ആര് തന്നെ ആയിക്കൊള്ളട്ടെ, എന്ത് വസ്തു ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഔത്താനും അഹ്ബാബും നമ്മൾ ഒഴിവാക്കണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പാടുന്നുണ്ട്, തഖറബ് അനിൽ ഔതാനി ഫീ ത്വലബിൽ ഉലാ വസാഫിർ ഫഫിൽ അസ്ഫാരി ഖംസു ഫവായിദിൻ തഫറജു ഹമ്മിൻ വകതിസാബു മഈശത്തിൻ വഇൽമുൻ വആദാബുൻ വസുഹബത്തു മാജിദി. തഖറബ് അനിൽ ഔതാനി നാടുകളെ തൊട്ട് നീ ഒഴിവാവുക, വിദേശിയാവുക. ഫീ ത്വലബിൽ ഉലാ എന്തിനു വേണ്ടിയാണ്? സമ്പാദിക്കാൻ വേണ്ടിയാണ്. എന്താ സമ്പാദിക്കുന്നത്? ഉന്നതികൾ സമ്പാദിക്കാനാണ്. എന്താണ്? പഠിച്ചാൻ വേണ്ടി, ഇൽമ പഠിച്ചാൻ വേണ്ടി. അല്ലാതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഗൾഫ് പോകണ വിഷയമല്ല ഈ പറയണട്ടോ. ഏയ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഗൾഫിലേക്ക് പോകുന്നത് വിഷയമല്ല പറയുന്നത്. ഇൽമ പഠിക്കാനും വേണ്ടി വിദേശങ്ങളിലേക്കും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാടിൽ നിന്നും വേറെ സ്ഥലത്തേക്ക് പോവുക, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് നീ യാത്ര ചെയ്തോ. യാത്ര ചെയ്യുമ്പോൾ 5 ഗുണങ്ങളുണ്ട്. ഷാഫി ഇമാം പറയുകയാണ്, യാത്ര ചെയ്യുമ്പോൾ അവിടെ 5 ഗുണങ്ങൾ ഒരാൾക്ക് ലഭിക്കുകയാണ്. ഒന്നെന്താ? തഫറജു ഹമ്മിൻ വകതിസാബു മഈശത്തിൻ വഇൽമുൻ വആദാബുൻ വസുഹബത്തു മാജിദി. തഫറജു ഹമ്മിൻ മനോവിഷമം ഒഴിവാകും. യാത്ര ചെയ്യുമ്പോൾ ഒരു ഉപകാരം എന്താ? മനോവിഷമം ഒഴിവാകും, ടെൻഷൻ ഒഴിവാകും. മറ്റൊന്ന് വക്തിസാബു മഈശത്തിൻ നമ്മുടെ ജീവിതോപാധി നേടുക എന്നുള്ളത്. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടും അല്ലേ? നമ്മളെ മൈഷത്തിനുള്ള ജീവിച്ച് പോകണ്ട, അപ്പം അതിനെന്തെങ്കിലും പൈസ കിട്ടും, എന്തെങ്കിലും സാധനം കിട്ടും അല്ലേ? അതുപോലെ ഇൽമ കിട്ടും, വിവരം കിട്ടും. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ഓരോ നോളജ് കിട്ടൂലേ? അവിടുത്തെ അന്തരീക്ഷങ്ങൾ, അവിടുത്തെ പഠന പ്രക്രിയകൾ, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അവിടെയുള്ള പണ്ഡിതന്മാർ ഒക്കെ അറിയില്ലേ? പിന്നെ അദബും കിട്ടും. പല അദബുകളും നമ്മൾ ഒരുപാട് കൾച്ചറുകൾ മറ്റ് സമുദായങ്ങളിൽ നിന്ന് പോലും ചിലപ്പോൾ നമുക്ക് സ്വീകരിക്കേണ്ടി വരും, നല്ലതാണെങ്കിൽ. അല്ലെങ്കിൽ പ്രാദേശികമായി കൾച്ചറുകൾ ഉണ്ടാവും. മനസ്സിലായോ? അതുപോലെ സുഹബത്ത് മാജിദിൻ, നല്ല ആളുകളോട് കൂട്ടുകൂടുക, അതൊക്കെ കിട്ടുന്ന ഒരു ഉപകാരങ്ങളാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഉപകാരം ഉണ്ട്. നമ്മൾ പിന്നെ സ്വന്തം നാട് വിട്ട് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്നുള്ളതാണ്. മനസ്സിലായോ? പിന്നെ ഒപ്പുള്ള അസ്ഥിക്കായിനൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ, കാരണം ഓലോട് കമ്പനിയായി നമ്മൾ ഇൽമ എന്ത് ചിലപ്പോൾ പഠിച്ചൂല. അപ്പോൾ അതുകൊണ്ടാണ് സ്വന്തം നാട്ടിലെ പിന്നെ കമ്പനീസിനൊക്കെ തൽക്കാലത്തിന് ഒഴിവാക്കിയാൽ നമ്മുടെ സമയം വെറുതെ കൊല്ലണ ഒരവസ്ഥ ഉണ്ടാകൂല എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ മഹാന്മാർ അവരുടെ ജീവിതം നോക്കുകയാണെങ്കിൽ ഒരുപാട് മഹാന്മാരല്ലേ, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ എഴുതിയ ആളുകളും അല്ലാത്തവരുമായിട്ട് നമുക്കറിയുന്ന 4 മദ്ഹബിൻ്റെ ഇമാമുകൾ, അങ്ങനെ പല ആളുകളും. അവരൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കോ, അവരുടെയൊക്കെ ജീവിതം നിങ്ങൾ നോക്കൂ. ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഷാഫി പറഞ്ഞത്, വമല്ലം യദുഖ മുറത്ത അല്ലൂമി സാഅതൻ തജറഅ കൗസൽ ജഹ്ലി തൂല ഹയാത്തിഹി. തഅല്ലുമിൻ്റെ ആ ഒരു മുറ്, കയ്പ് ഒരാൾ രുചിച്ചിട്ടില്ലെങ്കിൽ അവന് ജഹിലാകുന്ന കോപ്പയുടെ ആ ഒരു കയ്പ് നീർ ഒരുപാട് കാലം കുടിക്കേണ്ടി വരും. സാഹിത്യമാണ് എന്ന് പറഞ്ഞാലേ തഅല്ലുമിൻ്റെ സമയത്ത് പ്രയാസം ഉണ്ടാവും. പക്ഷേ ആ പ്രയാസം സഹിച്ചുകൊണ്ട് ഇൽമ പഠിച്ചില്ലെങ്കിൽ പിന്നെ ജാഹിലാവുന്നു, അതതിൻ്റെ ഷോർട്ട്. അപ്പോൾ പ്രയാസം സഹിച്ച് പഠിച്ചാണെന്ന് അർത്ഥം.
മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആരായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? ആരായിരുന്നു? നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഹദീസിൽ ഒരുപാട് റിപ്പോർട്ട് ചെയ്ത പണ്ഡിതൻ അല്ലേ? ആ പണ്ഡിതന്റെ അവസ്ഥ എന്തായിരുന്നു? ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് പഠിച്ചത്. സുന്നത്തിലെ ഒരുപാട് സുന്നത്തുകൾ മഹാനവറുകൾ പഠിച്ചു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ഒരുപാട് കാണാതെ പഠിച്ചു. മൂപ്പര് സ്വന്തം രാത്രി, എല്ലാവർക്കും അവനവൻ്റെതായ രാത്രികൾ ഉണ്ടാവുമല്ലോ, ആ രാത്രിയെ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ള പ്രധാനം. അപ്പോൾ മഹാനവറുകൾ തൻ്റെ രാത്രിയെ 3 വിഭജിച്ചു. ഒന്ന് ലിസ്വലാ, മറ്റൊന്ന് ലിൽ മുദാക്കറ, മറ്റൊന്ന് ലിന്നൗം. ഒന്ന് ഉറങ്ങാൻ, ഒന്ന് നിസ്കാരത്തിന്, ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക ഓരോ ഹദീസും സംഗതികളും. മറ്റൊരു അഭിപ്രായ പ്രകാരം ദിക്റുകൾ ചെല്ലാൻ എന്നുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കവികൾ പറയുന്നുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജദ്ദ ഫീ ത്വലബിൽ ഉലാ, ഉന്നതി നേടാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു. ഒരുപാട് മഹാനവറുകൾ പരിശ്രമിച്ചു. ഏതവസരത്തില് വിശന്നിട്ട് മഹാനവറുകള് ചുമരുമ പോയിട്ട് അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ വീയാണ്, വിശന്നിട്ട് വീയ. മനസ്സിലായോ? അപ്പൊ ചില ആളുകൾ ഇത് പിരാന്തോ അല്ലെ വേറെ അസുഖമെന്ന് കരുതും. സംഭവമൊന്നുമല്ല, വിശന്നിട്ട് വീയാൻ. അങ്ങനെ ആയിട്ടും കൂടി മഹാനവറുകൾ എത്ര ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു. പ്രയാസപ്പെട്ട് പഠിച്ചാൽ ഉണ്ടാവും ചങ്ങായിമാരെ. അതാണ് ഇതിലൊക്കെ പറയണേ. എത്രമാത്രം പ്രയാസപ്പെടുന്നോ അത്രമാത്രം നമുക്ക് കാര്യമുണ്ടാവും എന്നെ. അങ്ങനെ മഹാനവറുകൾ എന്തായി? അപ്പൊ ഹിഫ്ളിലെ മനപ്പാടമാക്കുന്ന വിഷയത്തിൽ മഹാനവറുകൾ അറിയപ്പെടുന്ന ഒരാളായി മാറി. പെട്ടെന്ന് മറക്കുക എന്നുള്ള ഒരു സംഭവം മഹാനവറുകൾക്ക് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് മറക്കുന്ന അസുഖമൊന്നും മഹാനവറുകൾക്ക് ഉണ്ടായിരുന്നില്ല. ജാബിർ ബിൻ അബ്ദുല്ല തങ്ങളെ കേട്ടിട്ടുണ്ട് നിങ്ങൾ? കേട്ടിട്ടില്ലെങ്കിൽ മഹാനവറുകൾ വലിയ സംഭവമായിരുന്നു. ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു മിസ്റിലേക്ക് 1 മാസം വഴിദൂരമുള്ള മിസ്റിലേക്ക് യാത്ര ചെയ്തിരുന്നു ഇൽമു പഠിക്കാൻ വേണ്ടി. മനസ്സിലായോ? അതുപോലെ സയ്യിദ് താബിഈങ്ങളിൽപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യബ് റഹിമഹുല്ലാഹ്, ഇപ്പൊ പറയപ്പെട്ട വലിയ പണ്ഡിതന്മാർ, അള്ളാഹു അവരുടെ മദദ് നമുക്ക് കനിഞ്ഞേകട്ടെ. അള്ളാഹു അവരുടെ സഹായം കൊണ്ട്, അവരുടെ ആ ഒരു ഫൈള് കൊണ്ട് അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. നമുക്കൊക്കെ ഇൽമ നന്നായി പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. നൂറാകുന്ന അള്ളാഹുവിൻ്റെ പ്രകാശം നമ്മിലേക്ക് അള്ളാഹു നിറച്ചു തരട്ടെ. ആമീൻ. അപ്പോൾ വലിയ മഹാന്മാരാ, അവരെക്കുറിച്ചൊക്കെ പറയുക എന്നുള്ളത് തന്നെ പുണ്യാണ്. സയ്യിദുൽ മുസയ്യിബ് തങ്ങൾ താബിഈങ്ങളുടെ സയ്യിദായിരുന്നു. തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിനോടുകൂടെ 60 വർഷം, എത്ര 60 വർഷം തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിനോട് കൂടെ നഷ്ടപ്പെടുത്താത്ത വലിയ മഹാൻ സയ്യിദ് ഇബ്നുൽ മുസയ്യബ്, സയ്യിദ് താബിഈൻ റഹിമഹുല്ലാ. അള്ളാഹു അവരുടെയൊക്കെ സഹായം കൊണ്ട് അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ വകാന യംദി 3 അയ്യാമിൻ മുസാഫിറൻ ഫീ ത്വലബിൽ ഹദീസ്, ഒരു ഹദീസ് ത്വലബ് ചെയ്യാൻ തേടാൻ വേണ്ടിയിട്ട് 3 ദിവസമൊക്കെ യാത്ര ചെയ്ത മഹാനാണ് സയ്യിദുൽ മുസയ്യിബ് തങ്ങൾ. പള്ളിയിൽ അങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്നും പഠിച്ചിട്ടും അദ്ദേഹം എന്തായി? വകാന മർജൂന്നാസ് ഫിൽ ഫിത്യാ വതഅബീർ റുഅ്യാ മാ ഖിയാമിൽ ലൈൽ, രാത്രി നിസ്കരിക്കുകയും ചെയ്യും. സ്വപ്നങ്ങളൊക്കെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഓരോ ആളുകളൊക്കെ പറയുമ്പോൾ ഒക്കെ വ്യാഖ്യാനിച്ചു കൊടുക്കും. അങ്ങനെ വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഭാവം, മനോദാർഢ്യം, ഇൽമു പഠിക്കാൻ വേണ്ടി എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പള്ളിയിൽ തന്നെ ഇരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇൽമിന് വേണ്ടി അധ്വാനിച്ചാൽ അതുണ്ടാകും. ഒരുപാട് പണ്ഡിതന്മാർ, അത്താബിൻ അബി റബാഹ് തങ്ങളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത്താബിൻ അബി റബാഹ് എന്ന വലിയ പണ്ഡിതനുണ്ടായിരുന്നു. മാനവറുകളെ ഇൽമു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഉയർത്തി. അദ്ദേഹം ഹറമില് 30 വർഷം, എത്ര 30 വർഷം ഇൽമു പഠിച്ചുകൊണ്ട് ജീവിച്ച പണ്ഡിതന.
അങ്ങനെ ഹറമില് നമ്മളെ ഹറമുണ്ടല്ലോ. അപ്പോൾ ഓൽക്കൊന്നും വേറെ പണിയില്ലായിട്ടൊന്നുമില്ല, ഓൽക്കൊക്കെ ഒരുപാട് പണികളുണ്ട്. പക്ഷെ എന്നിട്ട് അവരുടെ ആ ഒരു കഠിനാധ്വാനമാണ്. അങ്ങനെ ജനങ്ങളുടെ മുഫ്തിയായി മാറി, ഇൽമിൽ ബഹറായി മാറി, അല്ലേ? ഫിഖിലൊക്കെ വലിയ പണ്ഡിതനായി മാറി. ഹസൻ ബസരി തങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഒക്കെ വലിയ വലിയ പണ്ഡിതന്മാർ. അള്ളാഹു അവരുടെ മദത് കൊണ്ട് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ. അപ്പോൾ ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട്, സുന്നത്ത് കേൾക്കാൻ വേണ്ടിയിട്ട്, പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ഹസൻ ബസരി തങ്ങൾ ഒരുപാട് ചിലവഴിച്ചു തൻ്റെ സമയങ്ങളെ. അദ്ദേഹം നല്ല വായു കൂടിയായിരുന്നു. അങ്ങനെ ഓരോ ആളുകളും, മഹാനായ സുഹരി തങ്ങൾ, അസുഹരി പറഞ്ഞ മുഹമ്മദ് ബിൻ ഷിഹാബ്, അസുഹരി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ ഷിഹാബ് എന്നാണ് ഫുൾ പേര്. അപ്പോൾ അദ്ദേഹം ഒരുപാട് പണ്ഡിതന്മാരിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, കഠിനാധ്വാനം ചെയ്ത് പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫക്കറുള്ള സമയം, പട്ടിണിയും പരിവട്ടം എന്നൊക്കെ പറയുന്ന, നമ്മുടെ കേരളത്തിലൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, പ്രയാസപ്പെട്ട ഒരു അവസരം. ഇപ്പോൾ ഗൾഫൊക്കെ ഉണ്ടായതുകൊണ്ടല്ലോ എങ്ങനെ സെറ്റപ്പ്. ഇതിനു മുമ്പ് നമ്മുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. എന്നാൽ അതിലേറെ പരിതാപകരം അന്നത്തെ കാലഘട്ടത്തിൽ. എന്നാലും അവരെന്തായി, അവരുടെ ദൗക്ക് എന്നുള്ള പറയുന്നത് ത്വാമിലേക്കുള്ള ദൗക്കിലേക്കാളും ഇൽമിലേക്ക് അവർക്ക് ദൗക്കായി. അതുകൊണ്ട് ത്വാമ സൈഡായി. ദൗക്കറ അഭിരുചി അറിയില്ലേ, പഠിക്കാനുള്ള ഒരു താല്പര്യം. അതെ, അത് അങ്ങനെ താല്പര്യം ഉണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള പണ്ഡിത പ്രതിഭകളായത് എന്തുകൊണ്ടാണ്? അവരുടെ പരിശ്രമങ്ങൾ കൊണ്ടാണ്. അവരില്ലായ്മ ഉണ്ടായിട്ട് പോലും അവരത് നടിക്കാതെ അവരെന്ത് ചെയ്തു? ഇൽമിന് വേണ്ടിയാണ് ഉയിഞ്ഞു മാറ്റിയില്ലേ, ജീവിതം ഉയിഞ്ഞു മാറ്റി എന്നൊക്കെ പറയില്ലേ, ഉയിഞ്ഞു വെച്ചു അല്ലേ, അല്ല പറയാ. അങ്ങനെ ഒരുപാട് ആളുകൾ. ആമിർ ഷാബി തങ്ങൾ, അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. ആമിർ ഷാബി തങ്ങൾ, അങ്ങനെ നമ്മളെ ബുഖാരി ഇമാം, മാലിക് ബിൻ അനസ് തങ്ങൾ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരായത് എന്തുകൊണ്ടാണ്? ഇൽമിനോടുള്ള അടങ്ങാത്ത ആ ഒരു ആഗ്രഹം കൊണ്ടാണ്. മാലിക് ബിൻ അനസ് തങ്ങൾ നമുക്കൊക്കെ അറിയാം, മുവത്തയുടെ മുസന്നിഫ് കൂടിയാണ്, അല്ലേ? അദ്ദേഹം ഇൽമിന് അർഹനാണ്, അല്ലെങ്കിൽ ഫത്വക്ക് അർഹനാണ് എന്ന് 70ഓളം പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മാലിക് ബിൻ അനസ് തങ്ങൾക്ക് ഫത്വ കൊടുക്കാൻ കഴിയും എന്ന് സാക്ഷ്യപത്രം, നമ്മളെ സർട്ടിഫിക്കറ്റ് കിട്ടൂലേ, 12 കൊല്ലം പഠിച്ചാൽ, അല്ലെ 8 കൊല്ലം പഠിച്ചാൽ, അതൊരു സർട്ടിഫിക്കറ്റാണ് അല്ലേ? എന്നാൽ വലിയ പണ്ഡിതന്മാർ വന്ന് 70ഓളം ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ഫത്വ കൊടുക്കാൻ പറ്റിയ ആളാണ്. മാലിക് ബിൻ അനസ് തങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് കഴിഞ്ഞു? ഇൽമിന് വേണ്ടിയാണ് ഒഴിഞ്ഞു വെച്ചു എന്നുള്ളതാണ്. ഷാഫി ഇമാമിനെ കുറിച്ച് തന്നെ പറയണ്ട. മനസ്സിലായോ? ഷാഫി ഇമാം പറഞ്ഞതിൻ്റെ ഷോർട്ട് അതാണ്. പണ്ഡിതന്മാരുടെ മസലകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് യാത്ര ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഏതായാലും അപ്പോൾ നമ്മളും എന്ത് ചെയ്യണം? ഇൽമിന് വേണ്ടി നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെക്കണം എന്നുള്ളതാണ്. പ്രയാസങ്ങളൊക്കെ സഹിച്ചു നമ്മുടെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വീടുകളെയും വാത്തിലിൽ ബുസ്താന വദ്ദുക്കാന വഹല്ലിക്കുല്ലം കായിനം മങ്കാന എല്ലാം ഒഴിവാക്കേണ്ടി വരും. കുറച്ച് സമയത്തേക്ക്, ടെമ്പററി ആണ്, ഫുള്ളായിട്ട് ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ നമ്മളൊക്കെ ഉഷാറായിട്ട് നമ്മുടെ ജീവിതത്തെ സെറ്റ് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് നിങ്ങൾ എഴുതി വരിക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.